ഹലോ, വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഈ ചെടിക്കുട്ടന്മാരെയൊക്കെ ഒന്ന് പറിച്ച് ഫ്രഷായിട്ട് നടാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. കാരണം ഒത്തിരി നാളായിട്ട് നമ്മുടെ ചെടിച്ചട്ടിയിൽ ഇരിക്കുന്ന ചെടികളാണിത്. കുറേ ചെടികളുടെയൊക്കെ ഇതിനകത്ത് ഇരുന്ന് മണ്ണൊക്കെ ഉറച്ചു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സോ നമുക്ക് ചെടിയൊക്കെ ഫ്രഷായിട്ട് പറിച്ച് നമുക്ക് വളമൊക്കെ ഇട്ടിട്ട് ഒന്നും കൂടി നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളൊരു ചേച്ചീനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഹെൽപ്പിനായിട്ട്. അപ്പോൾ ചേച്ചി നമുക്ക് നല്ല രീതിയിൽ അത് സെറ്റ് ചെയ്ത് തന്നു കേട്ടോ. നിങ്ങൾ കാണുന്ന പോലെ അത്ര സിമ്പിളായിട്ടുള്ള പരിപാടിയല്ല. ഒരു 10-100 ചെടിച്ചട്ടികളിൽ കൂടുതലുണ്ട്. അപ്പോൾ ഒരു 2 ദിവസത്തിൽ കൂടുതൽ എടുത്തിട്ടാണ് നമ്മൾ ഈ ചെടിയൊക്കെ നട്ട് സെറ്റ് ചെയ്തത് കേട്ടോ. ഞാൻ ഈ പറഞ്ഞപ്പോൾ തന്നെ ചെടി ആ ചട്ടിയിൽ നിന്ന് എടുക്കാനായിട്ട് തന്നെ നല്ല ടൈം എടുത്തിട്ടുണ്ട്. കാരണം അത്രയും മണ്ണൊക്കെ ഉറച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ മണ്ണും വളമൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ പുതിയതായിട്ട് ചെടി നടുന്നത്. കുറേ ചെടിച്ചട്ടികൾ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പുതിയ ചട്ടികളൊക്കെ വാങ്ങിച്ച കാരണം അതിനകത്തൊക്കെ നമ്മൾ വച്ച് സെറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല രാത്രി ആയിട്ടുണ്ട് കേട്ടോ. രാത്രിയല്ല, പാതിരാത്രി ആയിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിലാണ് നല്ല ഉറക്കം വരുന്നുണ്ട്. പക്ഷെ ഇത് എഡിറ്റ് ചെയ്തിട്ട് കിടക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇത് ഞങ്ങളുടെ ഒരു കുഞ്ഞി ആമ്പലാണ്. നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ അതിന് വരുന്നത്. അപ്പോൾ നമ്മൾ നട്ട ചെടികളൊക്കെ മാറ്റി തണലത്തോട്ട് വെക്കുകയാണ് കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ റംബൂട്ടാൻ്റെ മരമാണ്. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇതിങ്ങനെ പൂത്ത് നിൽക്കായിരുന്നു കേട്ടോ. പക്ഷെ ഞാനിത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് കായ ഉണ്ടായി, അത് പഴുത്ത് നമ്മളത് കഴിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. സോ ഇതാണ് നമ്മുടെ പറമ്പിൽ നമ്മൾ എല്ലാ ചെടികളും കൊണ്ടുവച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഓരോന്ന് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒരാൾ നന്ദുക്കുട്ടൻ ഇവിടേക്കൂടെ നടന്ന് നല്ല പൊരിഞ്ഞ വെയിലാണ്, പറയാണ്ടിരിക്കാൻ വയ്യ. നല്ല വെയിലുള്ള സമയത്താണ് നമ്മൾ ഈ പരിപാടി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല വെയിലത്തെ കൂടെയാണ് ആൾ നടക്കുന്നത്. അമ്മ ഓരോ ചെടിക്കും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ, വാടാണ്ടിരിക്കാനായിട്ട്. കാരണം അത്രയും വെയിൽ നമുക്കറിയാലോ. ആ സമയത്ത് നമ്മുടെ നല്ല വെയിൽ, നല്ല ചൂടുണ്ടാകുന്ന സമയമില്ലേ, ആ സമയത്താണ് നമ്മൾ ഈ വീഡിയോ എടുത്തത്. ഇത് കണ്ടോ, ഇത് നമ്മൾ അതിനകത്ത് നിന്ന് ഈ ചെടി പറിക്കാൻ നോക്കിയിട്ട് എന്ത് ചെയ്താൽ പറ്റുന്നുണ്ടാകുന്നില്ല. കാരണം അത്രയും അതിനകത്ത് ഉറച്ചിരിക്കുകയാണ്. പിന്നെ അതേ കത്തിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് കുത്തി ഒരു വിധത്തിലാണ് കേട്ടോ ചേച്ചി അതിനകത്ത് നിന്ന് ചെടി എടുത്തത്. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് അന്നത്തെ ദിവസം തന്നെയായിരുന്നു നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ടാറിടാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് നേരം അവിടെ ചെന്ന് വായി നോക്കിയിരുന്നു എങ്ങനെയാണ് അതിൻ്റെ പരിപാടികൾ എന്നൊക്കെ അറിയാനായിട്ട്. പിന്നെ നല്ല വെയിലായതുകൊണ്ട് ഞാൻ തിരിച്ച് റിട്ടേൺ പോന്ന് ചേച്ചി എന്താ ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഒരു രസമാണ് ഇതൊക്കെ കണ്ടിരിക്കാനായിട്ട്. സോ ആ കാണുന്ന അമ്മയും ആ ചേച്ചിയും കൂടി കൂടിയിട്ടാണ് കേട്ടോ ഇത്രയും ചട്ടികൾ ഫുള്ള് സെറ്റ് ചെയ്ത് വെച്ചത്. അതും ഞാൻ പറഞ്ഞ പോലെ ആ പൊരിഞ്ഞ വെയിലത്ത്. ഞാൻ ഇടയ്ക്ക് വരും, നോക്കും, എന്തായെന്നൊക്കെ നോക്കും, തിരിച്ചു പോകും. വെയിലെനിക്ക് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴാണ് എൻ്റെ ദൈവമേ ഇത് എന്തുമാത്രം മെനക്കെട്ട പരിപാടിയായിരുന്നു എന്ന് മനസ്സിലാവണം. കാരണം ഇത്രയും മണ്ണും ഉണ്ടെന്ന്, പിന്നെ അതിനകത്ത് വളം മിക്സ് ചെയ്തിട്ട് ഇത്രയും ചെടിച്ചട്ടികൾ നിറയ്ക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല കേട്ടോ. അതും ആ പൊരിഞ്ഞ വെയിലത്ത്. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു 11:30-12 മണി ടൈമൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ നല്ല ഉച്ചയോട് വന്നിരിക്കുന്ന സമയത്താണ് ഈ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അമ്മയും ചേച്ചിയും കൂടിയാണ് കേട്ടോ ഇതൊക്കെ ചെയ്തത്. അവരെ സമ്മതിക്കണം. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വീണ്ടും നമ്മുടെ ടാറിൻ്റെ പരിപാടി എന്തായാലും നോക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി അച്ചച്ചനും മോനും അവിടെ നിന്ന് എന്താണ് അതിൻ്റെ പണികളെന്നൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാനും ചുമ്മാ പോയി നോക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ ആ വെയിൽ? എൻ്റെ പൊന്നോ, എന്ത് വെയിലായിരുന്നു! വെയിലല്ല, എന്ത് ചൂടായിരുന്നു ഇത്തവണ. അങ്ങനെ വേണമല്ലോ പറയാനായിട്ടില്ലേ. അയ്യോ, ഇത്തവണത്തെ ചൂട് അൺസൈക്കബിൾ ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈമിൽ അന്യായ ചൂടുള്ളൊരു ടൈമിലാണ് നമ്മൾ ഈ ചെടി പറിച്ച് നടന്നത്. അപ്പോൾ ഉച്ചയായി കഴിഞ്ഞപ്പോൾ ഞാൻ നന്ദുട്ടിനെ കൊണ്ട് നൈസായിട്ട് വീട്ടിലോട്ട് കയറി അവന് ഫുഡൊക്കെ എടുത്ത് ഉറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ അച്ഛൻ്റെ നിന്ന് കൊച്ചിനെ വാങ്ങിച്ചിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോയിട്ട് ബാക്കി അവിടുത്തെ കലാപരിപാടികൾ ഫുൾ അമ്മയും അച്ഛനും ചേച്ചിയൊക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മുടെ ചെടി നടൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസമല്ല എടുത്തത്, ഒരു 2-2.5 ദിവസത്തോളം എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് ചെടി നട്ട് കഴിയാനായിട്ട്. അപ്പോൾ കുറച്ച് നേരം പണിത് കഴിഞ്ഞിട്ട് എല്ലാവരും റെസ്റ്റ് എടുക്കാനായിട്ട് പോയിട്ടോ. ഇതാണ് കേട്ടോ നമ്മളിതാ പറിച്ച് നട്ട ചെടികൾ, നല്ല ഫ്രഷായിട്ട് നട്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. വെള്ളമൊക്കെ ഒഴിച്ച്. ഇത് ഞാൻ ആ ദിവസമാണോ അതിൻ്റെ അടുത്ത ദിവസമാണോ ഈ വീഡിയോ എടുക്കണമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഓർമ്മയില്ല.
അത്യാവശ്യം എല്ലാ ചെടികളും തന്നെ ഓരോ ചെടിച്ചട്ടിയിലാക്കി നട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇതെല്ലാം കൊണ്ടും തന്നെ നമുക്കത് ഒതുക്കി സെറ്റ് ചെയ്ത് വെക്കണം. അത് വേറൊരു ദിവസമാണ് കേട്ടോ ചെയ്തു തരുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോയും ഞാൻ ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ചെടികളെല്ലാം നൈസായിട്ട് നമ്മുടെ വീടിനോട് ചേർന്ന് എല്ലാ ചെടികളും വെച്ചു കേട്ടോ. കുറച്ച് ചെടികളൊക്കെ എടുത്ത് നമ്മൾ നമ്മുടെ സൈഡിലായിട്ടും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് വളർന്നൊക്കെ കഴിയുമ്പോൾ നമുക്ക് മുറ്റത്തോട്ടെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് ചെടികൾ അങ്ങനെയും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ചെടി നടൽ വീഡിയോ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടി നടാനൊക്കെ ഒത്തിരി, അതിനെ പരിപാലിക്കാനൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞങ്ങളുടെ ഈ കുട്ടി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.